പണ്ട് നമ്മളെ നോക്കിയോടെ പരസ്യം എന്താണെന്നറിയോ? നമ്മുടെ പഴയ മൊബൈലിൻ്റെ ഒരു ടിങ് ടിങ് മെസ്സേജും കേട്ടിട്ട് കണക്റ്റിംഗ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്. ഏഹ് അതായത് ആൾക്കാരെ കണക്റ്റ് ചെയ്ത് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്, കണക്റ്റിംഗ് പീപ്പിൾ. അതിന് മലയാളത്തിൽ പറയുന്നത്, ഇവരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കൂട്ടിക്കൊടുക്കുന്നു എന്നും വേണമെങ്കിലും പറയാം. അപ്പോഴേ നമ്മളെ ദുബായിലെ റിയൽ എസ്റ്റേറ്റ് അമ്മായി ശ്രുതി തമ്പി പുതിയ ഉടായ്പുമായിട്ട് നിങ്ങളെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ആ ഇനിയിപ്പം പുതിയൊരു ആപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. നേരത്തെ ഒരു ആപ്പിൻ്റെ കഥയുണ്ടല്ലോ, അത് പറഞ്ഞു തരാം. ആദ്യം ഈ അമ്മായിയുടെ ആപ്പിൻ്റെ കഥ ഒന്ന് നിങ്ങൾ കണ്ടു നോക്ക്. ബാ. ഇങ്ങനെയൊക്കെയാണ് ലൈഫ്. നീ വിഷമിക്കാതിരിക്കേ. കുഴപ്പമില്ല, നിനക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വിളിച്ചു പറഞ്ഞോ, ഞാൻ കേട്ടോളാം. ഇതുപോലെ എന്തും പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടോ നിങ്ങളുടെ ലൈഫിൽ? എങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാന്ന് ഞാൻ പറയും. കാരണം കുറെ ആളുകളുടെ ലൈഫിൽ ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് ഫാമിലി ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. എന്നാലും മനസ്സ് തുറന്ന് ഒന്നും ആരോടും പറയാൻ പറ്റാതെ ഒരുപാട് കാര്യങ്ങൾ മൈൻഡിൽ ലോക്ക് ചെയ്ത് കിടക്കുന്ന ഒരു അവസ്ഥയെ കൂടെ കടന്നു പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, എന്റെ ചുറ്റുമുണ്ട്. ഈവൻ സംടൈംസ് എനിക്കും അങ്ങനെ ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിലും ഭയങ്കര സ്ട്രെസ് ഒക്കെ നിറഞ്ഞ ജീവിതത്തിലൊക്കെ നമ്മളെ ജഡ്ജ് ചെയ്യാതെ ഒരാൾ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി. കണ്ടില്ലേ നമ്മളെ ദുബായിലെ റിയൽ എസ്റ്റേറ്റ് അമ്മായി ലൈവിലിരുന്ന് തെണ്ടി ജീവിക്കുന്ന, സ്വന്തമായിട്ട് പണിയൊന്നും ഇല്ലാത്ത, വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന നമ്മുടെ ദുബായിലെ അമ്മായി. സംസാരിക്കാൻ പറ്റാതെ നിങ്ങൾ ബുദ്ധിമുട്ടി നിൽക്കുന്നവരാണോ? എങ്കിലും നിങ്ങൾക്ക് ആളെ ഒപ്പിച്ച് തരാമെന്നാണ് പറയുന്നത്. എന്തിനെന്നറിയോ? സംസാരിക്കാൻ വേണ്ടിയിട്ട്. അത് തന്നെ മറ്റേ കണക്റ്റിംഗ് പീപ്പിൾ, അതായത് കൂട്ടിക്കൊടുക്കുന്ന പരിപാടി. അമ്മായി പുതിയ ആപ്പ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അമ്മായി ഒരു ആപ്പ് പരിചയപ്പെടുത്തിയ കഥ നിങ്ങൾക്കറിയാലോ എല്ലാവർക്കും. ഏഹ് അതായത് മോഡലിനെ വേണമെന്ന് പറഞ്ഞിട്ട് അമ്മായി അടക്കം കുറേ ടീമുകൾ വീഡിയോ ചെയ്തിട്ട് അവസാനം ദുബായിൽ കൊണ്ടുവന്നിട്ട് കുറേ സഹോദരിമാരെ നാട്ടിൽ പോയിട്ട് പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ. ഞങ്ങളെ അവിടെ കൊണ്ടുപോയ മറ്റേ പണിക്കാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയ ഓർമ്മയുണ്ടല്ലോ. ആ അമ്മായി പുതിയ ആപ്പുമായിട്ട് എത്തിയിട്ടുണ്ട്. നോക്കിക്കോ, ആപ്പിലാവാതെ. അമ്മായിക്കൊന്നും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, മനസ്സിലായില്ലേ? ഇങ്ങനെ പുട്ടിയൊക്കെ അടിച്ചിട്ട് രാത്രി ലൈവിൽ വന്നിരുന്നിട്ട് തെണ്ടി ജീവിക്കാം. ഒരുപാട് ആങ്ങളമാരുണ്ട് അമ്മായിക്കൊക്കെ പൈസ കൊടുത്ത് സഹായിക്കാൻ വേണ്ടിയിട്ട്. കോടികളുടെ വീട് വയ്ക്കാം, ലക്ഷങ്ങളുടെ വണ്ടി വാങ്ങാം. കാരണം അവരുടെ കയ്യിൽ എ ടി എം ഉണ്ട്. എ ടി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ട, ബാങ്കിൽ കാർഡിട്ട് കുത്തിക്കഴിഞ്ഞാൽ അപ്പോഴും പൈസ കിട്ടുന്നതിനാണ് എ ടി എം എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലും ഉണ്ട്, പക്ഷേ ആ എ ടി എമ്മിൽ പൈസ കാണില്ല. അവരുടെ കയ്യിലിരിക്കുന്ന എ ടി എമ്മിൽ എപ്പോഴും പൈസ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പറയണം എൻ്റെ പൊന്നാറ മക്കളെ, അങ്ങനെ നമ്മളെ ശ്രുതി തമ്പി പുതിയ ഉടായ്പായിട്ട് വന്നിട്ടുണ്ട്. ചെന്നാരും കയറി കൊടുക്കാൻ വേണ്ടി ഇരിക്കേണ്ട, ഉടായ്പായിരിക്കും. അമ്മായിക്ക് എവിടെ നിന്നെങ്കിലും നക്കാപ്പിച്ച കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മായി ഒരു വീഡിയോയും ചെയ്യും. വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കണക്റ്റിംഗ് പീപ്പിൾ. ദുബായിൽ അമ്മായിയുടെ പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മായി പറയുന്ന റിയൽ എസ്റ്റേറ്റ് ആണ്. എന്ത് റിയൽ എസ്റ്റേറ്റ്? ദുബായ് ഷേക്കാണോ റിയൽ എസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? സ്വന്തമായിട്ട് പണിയൊന്നുമില്ല, ഉടായ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ട് നിൽക്കുകയാണ് അമ്മായി. രാത്രി ആയിക്കഴിഞ്ഞാൽ ലൈവിലിരുന്ന് തെണ്ടി ജീവിക്കലാണ്. അത് കഴിഞ്ഞാൽ പകലുള്ള പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറാമയിലൊക്കെ ചെന്ന് അന്വേഷിക്കേണ്ടി വരും. ഇനി വ്യക്തമായിട്ടൊന്നും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അമ്മായിയുടെ കുടുക്കിൽ ചെന്ന് ആരും വീഴാൻ വേണ്ടി നിൽക്കണ്ട. അമ്മായിക്ക് ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വീടിൻ്റെ ഇപ്പുറത്തൊരു ചെറിയൊരു ചായ്പ് എടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് ഇറ്റാലിയൻ ടൈലിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെന്ന് വീണ് കൊടുക്കാൻ വേണ്ടി നിൽക്കണ്ട, 8ൻ്റെ പണി കിട്ടും. അപ്പോൾ നേരത്തെ കൂട്ടി പറഞ്ഞതാണ്, ചെന്ന് വീണ് കൊടുക്കാൻ വേണ്ടി നിൽക്കണ്ട. ഓക്കെ, ശരി എന്നാൽ.